ആദ്യയുടെ വീട്ടിലെത്തി. ഇവർക്ക് അണ്ടർഗ്രൗണ്ട് പരിപാടികളുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതായിരുന്നു. താഴത്തെ നില കടന്ന് നമുക്കിനി മുകളിലത്തെ നിലയിലോട്ട് പോകും. ഇതാണ് ഗാഥക്കുട്ടിയുടെ റൂം. നിങ്ങൾ എന്തുവാടി അതിശയത്തോടെ നോക്കുന്നത്? ഇതാണ് ജെയിൻ പറഞ്ഞ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന ബാത്റൂം. കമോൺ, ഇതിന്റെ കയറി ക്രിക്കറ്റ് കളിച്ചോ? ഒരു ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ. സ്റ്റഡി റൂം ആണോ ഇത്? ഇത് ആയിരുന്നു, ഇത് മാറ്റിയത്. എന്തോ മിറർ എടുക്കാനായിരിക്കും. അല്ല, അവള് കണ്ടുപിടിച്ചോണ്ടാണ്. അതാരൊക്കെ കിടക്കുന്നേ? നിങ്ങള് വരമ്പിന്റെ അടുത്ത് വെളിയിടാ. എന്റെ അലമാരിക്കകത്ത് ഇരിക്കുവോ ഇത്ര ഇങ്ങനെ കാലൊക്കെ മടങ്ങി ഒതുങ്ങാമല് മേടിച്ചു. ഇത് മച്ചുമുറി. മച്ചുമുറിയോ? ഇത് മറ്റേ പഴയ ഇതിന്റെ അകത്തൂടെ മച്ചിലേക്ക് കയറാം. അത് ഇതുണ്ടോ സ്റ്റെപ്പ് വരൂ? സ്റ്റെപ്പ് ഒന്നും മരത്തില് എഴുതി വെച്ചാ. സ്റ്റെപ്പ് പുറത്തുണ്ട്. ഇങ്ങോട്ട് വാ. നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അടിക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് കുട്ടി ട്യൂഷൻ പഠിപ്പിക്കുന്ന ഏരിയ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് കയറാം. കയറാണ്. കുട്ടികളുണ്ട്. ട്യൂഷൻ നടക്കുവാണ് ഇവിടെ. ഭാവന ആറ്റിറ്റ്യൂഡ്. ഇവിടുന്ന് ഇരുന്ന് ചാർവിപ്പോ. ഇത്രയാണ് മുകളിലത്തെ ഏരിയ. നമുക്ക് താഴോട്ട് പോകണം. ഇന്നലെ ഞങ്ങൾ അങ്ങനെ വന്നായിരുന്നു. എല്ലാവർക്കും വേണ്ടി യൂട്യൂബ് ചാനൽ. ഇവിടെ കുളമുണ്ട് ഗൈസ്. കാവ്യാണ് ഇന്നത്തെ മെയിൻ ഫോക്കസ്. ഇതിലും വേല ഇനി എന്ത്? നമുക്ക് താഴോട്ട് പോകാം. ഇത് കാവ്യ വരച്ചാണോ? അവിടെ 2-3 പേർ ഇരിപ്പുണ്ട്. അവരൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് വരുന്നില്ല അത്ര. നമുക്ക് കുളത്തിലോട്ട് പോകാം. അത് കൊള്ളാം കേട്ടോ. ആ വരച്ചേക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. അവളെ ലോക്കാക്കി. ഇത് ഗാഥയുടെ ട്യൂഷൻ സെറ്റപ്പ്. അതിനു വേണ്ടി അവൾക്ക് പ്രത്യേക ബിൽഡിംഗ് ഉണ്ട്. ഇനി നമുക്ക് നേരെ കുളത്തിലോട്ട് പോവാം. നോക്ക് മക്കളെ, നോക്ക്. തിട്ടയ്ക്കുന്ന മീനുകൾ.
എനിക്ക് ക്യാമറ ഇതാക്കാൻ അതിനെ തിന്നു വേണം തോന്നുന്നു മീന്. മഴ പെയ്യുക. ചെലന്തി അത് തിരിച്ചു പോകാം. മഴ പെയ്യുന്നു. നാണമാണോ? നമ്മുടെ പെർമനന്റ് സ്റ്റാഫാണ്. വളരെ ഡിമാൻഡും. ഞാൻ കണ്ട് അവിടെ നിന്ന് ഉറങ്ങാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതെ, അവിടെ ഒന്നും സ്ഥലത്തോടെ നമ്മളിവിടെ യാതൊരു വീട്ടിൽ വന്നു പോകും. നന്ദിയുണ്ടേ. കഷ്ടം.